വർണ്ണേ ഭക്ഷണം കഴിക്കാവാ. ഇവിടെയുള്ള ആർക്കും ഭക്ഷണമൊന്നും വേണ്ടേ? എത്ര നേരായി ഫോണിൽ തന്നെ. ഭക്ഷണം വേണമെങ്കിലും താഴേക്ക് വാ. വരുന്നമ്മേ. അമ്മേ ഫുഡ് ഫുഡ്. ആ നമ്മൾക്കൊരു വിഷമം പോലെ നമുക്ക് ബിഎഡിനെ ആയിരുന്നു വിളിച്ചിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണ്. ഞാൻ ശ്രദ്ധിച്ചു. എവിടെ കിട്ടാൻ? അതിവിടെ മുഴപ്പാലിലോളത്തല്ലേ? മുഴപ്പാലിലോളെ നാളെ തന്നെ പോകാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റ്സ് ഇപ്പം തന്നെ എടുത്ത് വെച്ചേ, നാളെ രാവിലെ നമുക്ക് പോവാം. ഹലോ, ചേർക്കാൻ വന്നെയാ? ഓ അതെ. ഏതെങ്കിലും ഓപ്ഷന്? ഇംഗ്ലീഷ്. നമ്മള് മാത്സ്. ഓ അതെ അല്ലേ. എവിടുന്നാ വരുന്നത്? നമ്മളിവിടെ തന്നെ. ഓ അതെയാ. നിങ്ങളെവിടുന്ന്? നമ്മള് കണ്ണൂരാ. ഇവിടെ നിങ്ങളോട് എത്ര ഫീസ് പറഞ്ഞത്? ഇപ്പൊ അന്വേഷിക്കാൻ എത്ര ചോദിച്ചത്? അതിവിടെ പൊതുവെ കുറവാണ് ബാക്കിയുള്ള അപേക്ഷിച്ചിട്ട്. ഓ അതെ അല്ലേ. ഈ അഡ്മിഷന്റെ കാര്യങ്ങൾ എവിടെയായിരുന്നു? അതവിടെ ഹെൽപ്പ്. പേര് നമ്പർ പറയാം. വർണ്ണ 96292 പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്തിട്ടില്ലായിരുന്നു. ഇനി നിങ്ങൾ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ പോയിക്കോ, അവിടെ ഇൻ്റർവ്യൂ ഉണ്ട്. ശരി. ഇംഗ്ലീഷ്. എവിടെ വീട്? കണ്ണൂര്. ദൂരം ഉണ്ടല്ലേ? ഡിഗ്രി ഞാൻ ഇന്ത്യ കോളേജിൽ അല്ല തളാം. പി ജി കഴിഞ്ഞിട്ടാണോ? അല്ല അല്ല, ഡിഗ്രി കഴിഞ്ഞാൽ മതി. പി ജി എന്താ ചെയ്യണേ? മൊബൈൽ ചെറുപ്പം മുതലേ ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വിചാരിച്ചു ഡിഗ്രി കഴിഞ്ഞാൽ എടുക്കാം. കോളേജൊക്കെ ഇഷ്ടമായോ? ചുറ്റിക്കറി കണ്ടോ? ഇവിടെ ഫുൾ ആക്റ്റീവ് ആയിരിക്കണം. കുറേ ക്ലാസ്സുകൾ ഉണ്ടാവും. നല്ലോണം പഠിക്കണം. കാരണം ബി എഡ് എന്ന് പറയുന്നത് വെറും പുസ്തകത്തിലുള്ളത് മാത്രം പഠിപ്പിക്കലാണ്. അപ്പോൾ പറഞ്ഞത് ഹോബീസ് എന്തൊക്കെയാണ്? ഞാൻ ഡാൻസ് പഠിക്കും, പാട്ടും അത്യാവശ്യം. കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആ പങ്കെടുത്തിട്ടുണ്ട്. സമ്മാനമൊക്കെ ഇവിടത്തേക്ക് സമ്മാനങ്ങൾ ഒരുപാട് നിങ്ങളുടെ വക ഉണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങും. അതിനുമ്പ് 2 ദിവസം കഴിഞ്ഞാൽ ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ട്, അതിനെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. ഗുഡ് മോർണിംഗ് മാം. വേദിയിലിരിക്കുന്ന പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നിങ്ങളിതൊരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുന്നതാണ്. നിങ്ങളുടെ ബി എഡ് അധ്യാപന ജീവിതത്തിലേക്കുള്ള ഏറ്റവും നല്ലൊരു വഴികാട്ടിയായിരിക്കും സം കോളേജ്. നിങ്ങൾ തിരഞ്ഞെടുത്ത ഓപ്ഷൻ ഏറ്റവും നല്ല കോളേജായിരിക്കും. ഏറ്റവും നല്ല കോളേജാണ് സം കോളേജ്. നിങ്ങൾക്ക് ഇവിടെ മാക്സിമം ആക്ടിവിറ്റി ചെയ്യിക്കുന്നതായിരിക്കും. ഓരോ സബ്ജക്റ്റിനും ഓരോ ക്ലബുണ്ട്, അവിടെയെല്ലാം ഓരോ പ്രവർത്തികൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ സയൻസിലെല്ലാം ലാബുണ്ട്. പിന്നെ ഇവിടെ സ്പോർട്സിന് പ്രാധാന്യം നൽകുന്നുണ്ട്. സ്പോർട്സ് ഡേ ഉണ്ട്. എല്ലാവരും മാക്സിമം പങ്കെടുക്കുക. ഒരാൾ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ പി ടി പീരീഡ് അവർക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഇവിടെ സെക്കൻഡ് റാങ്ക് കിട്ടിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ വഴിയും ഇവിടെ റാങ്ക് കൊണ്ടുവരാനുണ്ട്. ഇത്തവണയും നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം പോലെ തന്നെ കലാകായിക രംഗത്തും ഇവിടെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. SCC, IPSC, NSS യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
ഇനി നിങ്ങളാണ് അത് ഏറ്റെടുത്ത് നടത്തേണ്ടത്. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് ഉള്ളത്. ഇത് ഇനിയും ഒരു നല്ല കോളേജായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് ബാക്കി നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അവൾ പറഞ്ഞുതരും ബാക്കി എന്തൊക്കെയാണ് ഇതിലുള്ളത്, ഇവിടുത്തെ പിക്ചേഴ്സ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുതരും. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ ഇവിടുത്തെ ഫോക്കസ് സ്റ്റുഡൻ്റാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു ഡിസിഷനാണ് ഇവിടെ ചേർന്നതെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. കുറേ കോളേജുകൾ ചൂസ് ചെയ്തിരുന്നു. അതിലൊന്നും പോകാൻ ഇവിടെ വന്നത് ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ലൊരു ഭാഗ്യമാണ് ഈ കോളേജിൽ ചേരാം. എല്ലാ ആക്ടിവിറ്റീസിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. ടീച്ചേഴ്സ് നല്ല ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ്. ഇപ്പോൾ നാക് വിസിറ്റ് ചെയ്യുന്നുണ്ട്. നാക്കിൻ്റെ ആ ഒരു പോസിറ്റീവൊക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ബെസ്റ്റ് കോളേജ് തന്നെ. അടുത്തതായി PTA മെമ്പറെ കുറച്ച് വാക്കുകൾ പറയാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു. അധ്യാപകർ, സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കൾ, സമ്മിന്റെ മുന്നിലേക്ക് കടന്നു വന്ന പ്രിയ വിദ്യാർത്ഥികൾ, ആദ്യമായി എല്ലാവർക്കും നല്ലൊരു വിദ്യാഭ്യാസ ആശംസകൾ നേരുന്നു. ഒരു എളിയ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ മകളെ സമ്മിന്റെ മണ്ണിലേക്ക് പറഞ്ഞയച്ചത് മറ്റു സ്ഥലങ്ങളിലേക്ക് അഡ്മിഷൻ കിട്ടായിട്ടില്ല. സമ്മ് കേരളത്തിന്റെ ആഗോള മണ്ണിലേക്ക് തലയുയർത്തി നിൽക്കുന്ന വ്യാപ്തി കണ്ടിട്ടാണ്. എല്ലാവർക്കും നല്ലൊരു വിദ്യാഭ്യാസ ആശംസകൾ നടന്നുകൊണ്ട് വാക്കുകൾ. ഇപ്പൊ ടെൻഷനെല്ലാം മാറിയില്ലേ? എന്തായാലും മോളെ ഭാഗ്യം ഇവിടെ തന്നെ കിട്ടിയില്ലേ BEdന്.